ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കണം. ഇതൊരു രാവിലെ 7-7:30 മണി സമയത്താണ് ഇതെടുത്തത്. ശരിക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പാണ്, നല്ല സുഖമാണ് ശരിക്കും രാവിലെ കിടന്നുറങ്ങാൻ. ഉറങ്ങാൻ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വേനലാണെങ്കിലും മഴയാണെങ്കിലും ഇനി മഞ്ഞാണെങ്കിലും ഉറങ്ങണത് ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഈ മാസം എന്തോ കുറച്ചും കൂടി ഒരു സുഖമുണ്ട് രാവിലെ കിടന്നുറങ്ങാൻ. എന്തായാലും നമുക്കിനി അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, രാവിലെ എഴുന്നേറ്റല്ലേ പറ്റൂ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാനും എൻ്റെ സഹായി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്, എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് രാവിലത്തെ പാചകം കാര്യങ്ങളൊക്കെ. ഇന്ന് കഴിക്കാനായിട്ട് രാവിലെ ഇടിയപ്പം, അതുപോലെ കിഴങ്ങ് കറിയാണ് വെക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ ഉരുളൻകിഴങ്ങും അതുപോലെ സവാളയും കൂടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ അപ്പുറത്തെ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചട്ടി ചൂടായപ്പോൾ എണ്ണയൊക്കെ വീത്തി അതിൽ കടുക് പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് വറ്റൽമുളകും ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ആ സംഭവങ്ങളെല്ലാം കൂടി എടുത്തിട്ട്, ശരിക്കും ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി സംഭവമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. പക്ഷെ അത് ഇടാൻ മറന്നുപോയി. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടിയോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ഇട്ട് ഇളക്കിയെടുത്ത്. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കറിയും അതുപോലെ ഇടിയപ്പമാണ്. എൻ്റെ മോന് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ ഉരുളക്കിഴങ്ങ് കറി. അവൻ്റെ പൊട്ടറ്റോ കറി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ മസാല ഫുള്ള് നോക്കി, മസാല നോക്കിയിട്ട് അത് കണ്ടില്ല. അവസാനം ഞാനും എൻ്റെ സഹായിയും കൂടി പെരുംജീരകം ഇടാൻ തീരുമാനിച്ചു. പെരുംജീരകം, മറ്റേ നീളമുള്ള വലിയ ജീരകം ഇല്ലേ, അതിടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അതിട്ട്, എന്നിട്ട് അതിലോട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പ് അതിലിട്ടേ. പിന്നെ ഇത് നമ്മളെ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഏതെങ്കിലും ഒരു മസാല ഇട്ടാൽ പോരെ. അങ്ങനെ അതിട്ട് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടിയപ്പം. എനിക്ക് ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നണത് എന്തോന്നെന്നാൽ, മറ്റേ നമ്മുടെ സിനിമ ഉണ്ടല്ലോ, ജയ 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 ജയ, ആ പടം ഉണ്ടല്ലോ, ആ സിനിമ, അതിൻ്റെ അകത്ത് അവർ കഷ്ടപ്പെട്ട് ഇത് കറക്കാൻ വേണ്ടി ശ്രമിക്കൂലേ, എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പക്ഷേ ഇത് വലിയ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. വലിയ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിയതല്ല, മറ്റേ നമ്മൾ പച്ചരിയില്ലേ, അത് ഇവിടെ മില്ലിൽ പൊടിച്ച് അങ്ങനെ വാങ്ങിയതാണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി മോന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഫോണൊന്നും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കണ പരിപാടിയേ ഇല്ല. ഞാൻ വെച്ച് കൊടുക്കൂല എന്നല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പനി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വെക്കും. ഒട്ടും കഴിക്കൂല എന്നുള്ള ഇതില്ല. അല്ലാതെ ഞാൻ അവനങ്ങനെ ഫോൺ വെച്ച് കൊടുക്കുകയില്ല. ഞാൻ അവനെ ഇതുപോലെ കൊണ്ട് നടന്ന് അങ്ങനെ നടക്കേണ്ട കാര്യമില്ല, അകത്ത് എത്തി കൊടുത്താൽ മതി, വല്ലപ്പോഴും മാത്രം. അതുകൊണ്ട് ഇപ്പം അവന് ഫോൺ കാണണ്ട. ഞാൻ ഫോണിൽ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഫോണ് പറഞ്ഞാലും അവനത് ഇഷ്ടമല്ല. ഇപ്പോൾ അവന് ഫോൺ ഒന്നും വലിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കൊടുത്ത് ഇനി നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളാണ്. രാവിലെ എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് തുടങ്ങിയാലും പിന്നീടാകുമ്പോൾ കാപ്പിയെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ ആവും. പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഞാൻ ശരിക്കും അതവിടെ തിട്ടപ്പുറം എന്നാണ് പറയുന്നത്, തിട്ടപ്പുറം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. പാത്രങ്ങളെല്ലാം കഴുകി അതുകൂടെയൊക്കെ ആകുമ്പോൾ നമ്മുടെ അവിടുത്തെ ജോലി കഴിയും. ഇന്ന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് കാര്യങ്ങളൊന്നും വെക്കേണ്ട. തലേ ദിവസത്തെ ചോറ് കറിയൊക്കെ ബാക്കി വന്ന്, അപ്പോൾ അതിനെ നമുക്ക് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് എത്ര പാത്രം കിട്ടിയാലും ഞാൻ അവിടെ നിന്ന് കഴുകും. ഒറ്റ നിപ്പിൽ ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്ന് കഴുകും. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പാത്രം കഴുകണത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്.
അങ്ങനെ അത് കഴുകി അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ് പിന്നെ ഒന്ന് തൂത്ത് വാരി തുടച്ചൊക്കെ ഇടണം. അത്രയേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ എനിക്കറിയാം ഞാനിത് ആദ്യമായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൊരു തുടക്കക്കാരിയാണ്, എനിക്കറിയാം. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ തെറ്റ് കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ ഞാൻ അതെല്ലാം മാറ്റി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങളെടുത്ത് ഓരോരുത്തരടുത്തും വന്ന് നിന്നിട്ട് ചെയ്യ് അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ അടുത്തൊരു ബെല്ലൈക്കൺ വരുമല്ലോ, ആ സംഭവത്തിലും കൂടി ഒന്ന് കൊടുക്കുക. പിന്നെ എന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ തന്നെ. പിന്നെന്താ, അത് കഴിഞ്ഞ് തൂത്ത് ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ സഹായി പാത്രങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവന് ഇത് മതി. അപ്പോൾ എന്താ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.